ഒടുവിൽ പാലക്കാട് എലപ്പുള്ളി മദ്യനിർമ്മാണശാല സ്ഥാപിക്കാനുള്ള തീരുമാനത്തിൽ LDFന്റെ അംഗീകാരം. CPIയും RJDയും എതിർപ്പറിയിച്ചെങ്കിലും മുന്നോട്ട് തന്നെയെന്ന് മുഖ്യമന്ത്രി നിലപാടെടുത്തു. പദ്ധതിയിൽ ആശങ്ക വേണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും വ്യക്തമാക്കി. ഏതൊരു പോളിസി കൊണ്ടുവരുമ്പോഴും ഭരണമുന്നണിയുടെ ഏകോപന സമിതിയിൽ അത് ചർച്ച ചെയ്യണം. സാധാരണത്തിൽ ഒരു പോളിസി വരുമ്പോൾ 21 ഗവൺമെൻറ് പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ നമുക്കുണ്ട്. ആ 21 പ്രധാനപ്പെട്ട ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ അതിൻ്റെ നയങ്ങൾ എഴുതാറുണ്ട്. LDFന്റെ ഒരു നയമായിട്ടത് മാറണമെങ്കിൽ ആദ്യം LDFൽ ഒരു ഡ്രാഫ്റ്റ് കൊണ്ടുവരും. ഇതാണ് ഞങ്ങളുടെ തൊഴിലിനെ സംബന്ധിച്ചുള്ള നയം, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചുള്ള നയം. ആ ഡ്രാഫ്റ്റ് കൊണ്ടുവരും. ആ ഡ്രാഫ്റ്റ് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ ഘടകകക്ഷികൾ അതിൽ അഭിപ്രായം പറഞ്ഞ് ആ ഡ്രാഫ്റ്റ് ഫൈനലൈസ് ചെയ്ത് അത് പോളിസിയാക്കും. എന്നാൽ ഈ എക്സൈസ് പോളിസി LDFൽ ചർച്ച ചെയ്തിട്ടില്ല. നിങ്ങൾ തന്നെ ഇന്ന് സംബന്ധിക്കുന്ന ധാരാളം പേര് ഞങ്ങളോട് ചോദിക്കാറുണ്ടായിരുന്നു, ഇത്തവണ നിങ്ങളുടെ LDF യോഗത്തിൽ എക്സൈസ് പോളിസി വന്നിരുന്നു. ഈ എക്സൈസ് പോളിസി അങ്ങനെ അവിടെ ചർച്ച ചെയ്തിരുന്നില്ല. അങ്ങനെ ചർച്ച ചെയ്യാത്ത ഒരു എക്സൈസ് പോളിസിയുടെ അടിസ്ഥാനത്തിൽ അത് നേരെ ക്യാബിനറ്റിലേക്ക് പോവുകയും തുടർന്ന് മന്ത്രിതല തീരുമാനം എടുക്കുകയുമാണ് ചെയ്തത്. ഇത് നമുക്ക് സ്വീകാര്യമല്ല. ഇതായിരുന്നു RJDയുടെ നിലപാട്. പുതിയ മദ്യനയം LDF യോഗത്തിൽ ചർച്ച ചെയ്യാത്തതും അതിനു പിന്നാലെ പാലക്കാട് മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിലും കടുത്ത എതിർപ്പ് അറിയിച്ചിരുന്ന RJD കഴിഞ്ഞ ദിവസം ചേർന്ന മുന്നണി യോഗത്തിലും വിയോജിപ്പ് അറിയിച്ചിരുന്നു. CPI മന്ത്രിമാർ ഉൾപ്പെടുന്ന മന്ത്രിസഭാ യോഗത്തിൽ അംഗീകരിക്കപ്പെട്ട ബ്രൂവറി അനുമതിയിൽ പിന്നീട് പ്രതിഷേധം അറിയിച്ച CPIയും LDF യോഗത്തിൽ എതിർപ്പ് വ്യക്തമാക്കി. എന്നാൽ ഇരു ഘടകകക്ഷികളുടെയും എതിർപ്പിനെ അനുനയ ചർച്ചയിലൂടെ സർക്കാർ തീരുമാനത്തിലെത്തിച്ചു. എതിർപ്പറിയിച്ച CPIയോടും RJDയോടും വിഷയത്തിൽ സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. കുടിവെള്ളത്തിന്റെയും കൃഷിയുടെയും കാര്യത്തിൽ ആശങ്ക വേണ്ടെന്നും മറ്റെന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ പരിഹരിക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അനുകൂല മറുപടി MV ഗോവിന്ദനും നൽകി. അതോടെ ബ്രൂവറി വിഷയത്തിൽ ഒടുവിൽ CPIഎമ്മിന്റെ പാതയിലേക്ക് എതിർപ്പറിയിച്ച് ഘടകകക്ഷികളുമെത്തി. അതേസമയം മദ്യനിർമ്മാണശാലയ്ക്ക് റവന്യൂ വകുപ്പ് കടിഞ്ഞാണിട്ടത് സംബന്ധിച്ച് അറിയില്ലെന്നും ഭൂമി തരം മാറ്റൽ തങ്ങളുടെ പരിഗണനയിൽ വരുന്ന വിഷയമല്ലെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. 2023-24 കേരളത്തിന്റെ മദ്യനയം പ്രഖ്യാപിച്ചപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്, കേരളത്തിന് ആവശ്യമായ സ്പിരിറ്റും മദ്യവും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്നുള്ളത്. പല ആശങ്കകൾ ഇത് സംബന്ധിച്ച് ഉയർത്തി വന്നിട്ടുണ്ട്. കുടിവെള്ളത്തെ ബാധിക്കുമോ, കൃഷിയെ ബാധിക്കുമോ? ഒരു തരത്തിലും കുടിവെള്ളത്തെയും കൃഷിയെയും ബാധിക്കാത്ത നിലയിലായിരിക്കണം ഇതുപോലുള്ള പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട്. ഈ കാര്യത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പ്രശ്നത്തിൽ വ്യക്തത വരുത്തി മുമ്പോട്ട് പോവുകയാണ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.